പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസ്. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വച്ചതിനാൽ കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകി. ഭൂപരിഷ്കരണ നിയമം ചട്ടം 82 പറയുന്നത് സംസ്ഥാനത്ത് ഒരു കമ്പനിക്ക് 12 മുതൽ 15 ഏക്കർ വരെ ഭൂമി മാത്രമേ കൈവശം വയ്ക്കാവൂ എന്നാണ്. എന്നാൽ പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനിക്ക് 23.92 ഏക്കർ ഭൂമിയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസുമായി മുന്നോട്ടു പോവുകയാണ് റവന്യൂ വകുപ്പ്. വിഷയം അന്വേഷിക്കാൻ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് പാലക്കാട് താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകി. അതേസമയം നിയമലംഘനം നടത്തിയിരിക്കുന്ന കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കേരളത്തെ മദ്യാലയമാക്കുന്ന, എലപ്പുള്ളിയെ മരുഭൂമിയാക്കുന്ന ഈ മദ്യനിർമ്മാണശാല ഒരു കാരണവശാലും അതിൻ്റെ പ്രവർത്തനം നടത്തുവാൻ സമാധാനകാംക്ഷമായ കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഒരു സ്ഥാപനം എലപ്പുള്ളിയിലോ കേരളത്തിലോ നടത്താൻ കേരളത്തിലെ സമാധാനകാംക്ഷ ഞങ്ങൾ അനുവദിക്കില്ല. അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ജനവിരുദ്ധമായ ജനങ്ങളോടുള്ള ക്രൂരത എന്ന് പറയാവുന്ന ഈ ഒരു അനുമതി റദ്ദാക്കുക തന്നെ വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോരാടുവാൻ ഞങ്ങൾ ഉണ്ടാവും എന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അനധികൃതമായുള്ള ഭൂമിക്ക് കരമീടാക്കിയ വില്ലേജ് ഓഫീസറുടെ പേരിൽ നടപടി സ്വീകരിക്കണം. തിടുക്കപ്പെട്ട് നൽകിയ അനുമതിയുടെ കറുത്ത കഥയുടെ ആദ്യ അധ്യായം മാത്രമാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുമെന്നും പോരാട്ട ജനകീയ സമിതി പറഞ്ഞു. നേരത്തെ ഒയാസിസ് കമ്പനി 5 ഏക്കറോളം നെൽവയൽ തരം മാറ്റുന്നതിനുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പ് അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. ജനം, പാലക്കാട്.